സല്യൂട്ട് ഭാരത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, പാകിസ്ഥാൻ വീണ്ടും പിളർന്നു. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാൻ. ഭരണ സംവിധാനം, സ്വന്തം കറൻസി, ദേശീയ ഗാനം ഒക്കെ വരെ ആയി എന്നാണ് പറയുന്നത്. ഇത് പാകിസ്ഥാൻ അംഗീകരിക്കുമോ? ഇത് എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്? ഒന്ന് പറയാമോ സാർ? ഇത് ഒരു ചരിത്രത്തിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പരിണാമത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ബലൂചിസ്ഥാൻകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ സമയത്ത് ബലൂചിസ്ഥാൻ BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, അവരാണ് ഇപ്പോൾ മുഖ്യമായിട്ട് ഇതിന്റെ ഒരു സ്വാതന്ത്ര്യ സമരം നയിക്കുന്നത് അവിടെ. അപ്പൊ അവരന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടതാണ്, അതായത് അവരെ ഒരു പ്രത്യേക രാജ്യമായിട്ട് അംഗീകരിക്കണം, അതേപോലെ ഇവിടെ ഇന്ത്യയിൽ നയതന്ത്ര ഓഫീസ് തുറക്കാനുള്ള ഒരു ആ ഒരു നിലപാട് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം ആവശ്യപ്പെട്ടതാണ്. ഇപ്പോഴും അവരാവശ്യപ്പെടുന്നു തങ്ങൾക്ക് സ്വതന്ത്രമായിട്ടുള്ള കറൻസിയായി, ദേശീയ പതാകയായി, ദേശീയ ഗാനമായി. അങ്ങനെ അതുകൊണ്ട് ഐക്യരാഷ്ട്രസഭയോടും അതേപോലെ ലോകരാജ്യങ്ങളോടും ഒക്കെ അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തങ്ങളെ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കണമെന്നുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോ വർഷങ്ങളായിട്ട് തന്നെ, ഇപ്പം 1947 ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതാണ്. അത് ഖാൻ ഓഫ് ഖലാട്ട് എന്ന് പറയും. അതായത് മീർ അഹമ്മദ് യാർ ഖാൻ എന്ന നേതൃത്വത്തിൽ അദ്ദേഹം അന്ന് അവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അപ്പൊ അതിനുശേഷം 1948 ബലൂചിസ്ഥാൻ നമ്മളെ ഇന്ത്യയോട് ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ ഭൂമിശാസ്ത്രപരമായ ദൂരവും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ആക്രമണത്തിന്റെ യുദ്ധത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നെഹ്റു അതിന് താല്പര്യം കാണിച്ചില്ല. അതിനുശേഷം വീണ്ടും അവര് പാകിസ്ഥാനിൽ നിന്ന് വേറിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. അങ്ങനെ 1948 വീണ്ടും അവിടുത്തെ പാകിസ്ഥാൻ പട്ടാളം അവിടെ കടന്നു കയറുകയും ഒടുവിൽ പാകിസ്ഥാൻ യൂണിയനോട് ചേരുന്നതിൻ്റെതായിട്ടുള്ള ഒരു കരാറിൽ ഒപ്പിടുകയും ചെയ്തിട്ടാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമാകുന്നത്. പക്ഷെ ഇതുവരെ സാംസ്കാരികമായിട്ടോ ഭരണപരമായിട്ടോ അതല്ലെങ്കിൽ രാജ്യ താല്പര്യപരമായിട്ടോ ഇതുവരെ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായിരുന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു നഗ്നമായ യാഥാർത്ഥ്യം. എന്തുകൊണ്ടെന്നാൽ ബലൂചിസ്ഥാന്റെ സംസ്കാരം തന്നെ വളരെ ഡിഫറൻ്റ് ആണ്. ഒരുപക്ഷെ ഈ ലോകത്തിൽ ഈ ഇസ്ലാമിക് തീവ്രവാദം ഒട്ടും ഇതുവരെ ഇല്ലാത്ത, പേരിന് പോലും ഇല്ലാതെയുള്ള ഏക ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു പക്ഷേ ബലൂചിസ്ഥാനായിരിക്കും. കാര്യം അവിടെ ബലൂചിസ്ഥാനിലുള്ളവരുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന സംസ്കാരമാണ്. അതോടൊപ്പം തന്നെ ഒരു പക്ഷേങ്കിൽ ഇന്ത്യ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് മുൻപ് സൗഹാർദ്ദപരമായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ജീവിച്ചു പൊയ്ക്കൊണ്ടിരുന്നത് എന്നുള്ളതിന്റെ ഒരു ജീവിക്കുന്ന തെളിവായിട്ട് പോലും ഇപ്പോൾ ബലൂചിസ്ഥാൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ കൽബാഞ്ചി മാത എന്ന് പറയുന്ന, അതായത് നമ്മുടെ ഈ ദേവിയുടെ ശക്തിപീഠങ്ങളിൽ ഒന്നാണ്. അവിടെ മലനിരകൾക്കടിയിലുള്ള ഒരു ഗുഹാക്ഷേത്രമായിട്ടുള്ള ഈ കൽവാഞ്ചി മഠ് എന്ന് പറയുന്നത്. അവിടെ അവിടുത്തെ ആഘോഷം മുഴുവൻ നടത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിനകത്ത് നിന്നും പുറത്തു നിന്നും ധാരാളം തീർത്ഥാടകർ ഈ ഉത്സവ സമയത്ത് ഈ മരുഭൂമി കടന്ന് ചെല്ലുന്ന സ്ഥലമാണ്. അവിടെ ചെല്ലുന്ന തീർത്ഥാടകരെ സ്വീകരിക്കുന്നത്, അവിടെ ചുവന്ന തുണിയും അതുപോലുള്ള മറ്റു സംഗതികളും ഒക്കെ കൊടുത്ത് സ്വീകരിക്കുന്നത് മുസ്ലിങ്ങളാണ്. അവരും ആ ക്ഷേത്രത്തിലെ ആരാധിക്കുന്ന കൂട്ടത്തിലാണ്. നാനി ബീബി എന്നാണ് അവർ ഈ ശക്തിപീഠിനെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ സാംസ്കാരികമായിട്ട് ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനമാണ്, അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനം. അതുപോലെ അവിടുത്തെ ബ്രഹുയി ഭാഷ, അത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഭാഷയുമായിട്ട് സാമ്യമുള്ളതാണ്. സംസ്കൃതത്തിന്റെ ധാരാളം സാന്നിധ്യമുള്ള ഭാഷകളാണ് അവരുടെ. ബലൂജ് എന്ന് പറയുന്നത് ട്രൈബൽ സംസ്കാരമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. പക്ഷേ പാകിസ്ഥാന്റെ 45% വരുന്ന പ്രദേശമാണ് ഈ ബലൂചിസ്ഥാൻ. അതില് 25 കോടിയോളം ജനങ്ങൾ പാകിസ്ഥാനിലുണ്ടെങ്കിൽ പക്ഷെ കഷ്ടിച്ച് 1.5 കോടി ജനങ്ങൾ മാത്രമേ ഈ ബലൂചിസ്ഥാനിലുള്ളൂ. അതേസമയത്ത്
ബലൂചിസ്ഥാന്റെ ബലൂചിസ്ഥാനാണ് പാകിസ്ഥാനിനെ മുഴുവൻ നിലനിർത്തുന്നതിനുള്ള സകലവിധമായിട്ടുള്ള ധാതു ലവണങ്ങളുടെ ഒരു ഖനിയാണ് ബലൂചിസ്ഥാൻ. ഇതെല്ലാം ബലൂചിസ്ഥാൻ അവിടെ നിന്ന് കൊണ്ടുപോവുകയും അതേ സമയത്ത് ഇവരെ തീർത്തും അവഗണിച്ച ഒരവസ്ഥയിലേക്ക് ബലൂച്ച് ജനതയെ മാറ്റുകയും ചെയ്തു. അതിന്റെ ഒരു രോഷം അതിന്റെയും കൂടെ ഒരു രോഷം വളരെ നാളുകളായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നടക്കുന്ന അവിടുത്തെ പ്രതിഭാസം എന്ന് പറയുന്നത് ഈ പെട്ടെന്ന് ആൾക്കാർ അപ്രത്യക്ഷമാവുന്നു, അതേപോലെ ചിലർ മരിച്ചു വീഴുന്നു, ചിലർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ അതിനെതിരെ ഉണ്ടായ ഒരു വലിയൊരു പ്രതിഷേധമാണ് യാക്ജദി ബലൂച്ച് യാക്ജദി കമ്മിറ്റി എന്ന് പറയുന്ന, അതായത് ഡോക്ടർ മെഹ്റാങ് ബലൂച്ച് 31 വയസ്സേ ഉള്ളൂ, ഒരു മെഡിക്കൽ ഡോക്ടറാണ്. ഈ കഴിഞ്ഞ 22-ാം തീയതിയാണ് ജൂൺ 22-ാം തീയതിയാണ് അവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. കാരണം ഇത്തരത്തിലുള്ള ഈ ആൾക്കാർ കാണാതാവുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയ്ക്കെതിരെയുള്ള വൻ പ്രതിഷേധ കൂട്ടായ്മയായിരുന്നു അത് കഴിഞ്ഞ വർഷം അവിടെ കൊറ്റയിൽ, അതായത് ബലൂചിസ്ഥാന്റെ തലസ്ഥാനത്ത് ഒരു പ്രതിഷേധം നടത്തി. ആ പ്രതിഷേധത്തിനകത്തുണ്ടായ സംഘടനത്തിൽ ഒരു പാരാമിലിറ്ററി ഉദ്യോഗസ്ഥൻ മരിക്കുകയുണ്ടായി. അപ്പൊ ഇവരുടെ പ്രകോപനപരമായ പ്രസംഗം ഉണ്ടായതിന്റെ പേരിലാണ് മരിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ജീവപര്യന്തം തടവിന് ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത്. അതും കഠിന തടവിനാണ് ശിക്ഷിച്ചിരിക്കുന്നത്. ലോക മനുഷ്യാവകാശ സംഘടനകളെല്ലാം ഇത് വളരെയധികം പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലമാണ് ബലൂചിസ്ഥാനുള്ളത്. ഇപ്പൊ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇപ്പോ യഥാർത്ഥത്തിൽ അവരുടെ മുമ്പിൽ അവരുടെ ഈ ഗറില്ല ആക്രമണങ്ങളുടെ മുന്നിൽ പാകിസ്ഥാൻ മിലിറ്ററി പോലും പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. കാരണം അവരുടെ കയ്യിലുള്ള നൂതനമായ ആയുധങ്ങളാണ്. ആ ആയുധങ്ങൾ എവിടെ നിന്ന് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 തോന്നുന്നു. അതെ, അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിട്ടുപോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആയുധങ്ങളും മുഴുവൻ, അത്യന്താധുനിക ആയുധങ്ങൾ മുഴുവൻ അവിടെ നിന്ന് ഈ ബലൂചിസ്ഥാൻകാരുടെ കയ്യിലേക്കാണ് വന്നത്. കാര്യം ബലൂചിസ്ഥാൻകാർ അതെല്ലാം ശേഖരിക്കുകയാണ് ചെയ്തത്. അത് വെച്ചിട്ടാണ് അവർ പാകിസ്ഥാൻ മിലിറ്ററിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരം ആക്രമണങ്ങളാണ്. അവരുടെ ആക്രമണ നിമിത്തം പാകിസ്ഥാൻ മിലിറ്ററിക്കോ അതല്ലെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനോ അവിടെ ഒരു സ്വാധീനവും ഏറെ നാളുകളായിട്ടില്ല. ഫലത്തിൽ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പിടിയിലാണ് ഈ ബലൂചിസ്ഥാൻ ഉള്ളത്. ഇപ്പോ വീണ്ടും ഈ ഒരു വിഷയം ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൈനയുടെ ഏറ്റവും കൂടുതൽ നിക്ഷേപം മുഴുവൻ ഈ ബലൂചിസ്ഥാനിലാണ്. അതായത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ സിപെക്കിന്റെ ആണെങ്കിലും, അതേപോലെ ഗഡ്വാർ അന്താരാഷ്ട്ര എയർപോർട്ട് ഒരെണ്ണം ചൈന അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഗഡ്വാർ ഡീപ്പ് വാട്ടർ തുറമുഖം, നമ്മുടെ വിഴിഞ്ഞം പോലുള്ള ഒരു വലിയ തുറമുഖം അവിടെ, അതിനേക്കാൾ വലിയൊരു തുറമുഖം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒട്ടേറെ ഈ കോപ്പർ ആൻഡ് ഗോൾഡ് മൈൻസ് അതിനകത്ത് ചൈന നിക്ഷേപിച്ചിട്ടുണ്ട്. ചൈനയുടെയാണ് ഏറ്റവും കൂടുതൽ അവിടെ ഈ ബലൂചിസ്ഥാനിലുള്ള നിക്ഷേപങ്ങളും കൊണ്ട്. അതിന് പാകിസ്ഥാൻ മിലിറ്ററി പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതോടൊപ്പം തന്നെ ഇത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നെങ്കിൽ പോലും ചൈനയുടെ ഒട്ടേറെ ഉദ്യോഗസ്ഥർ ഈ സമീപകാലങ്ങളിൽ കൊല്ലപ്പെടുകയുണ്ടായി. അത് കാരണം ഈ ചൈനയുടെ നിക്ഷേപവും അവിടെ പ്രവർത്തനങ്ങളും വിവിധ പ്ലാനുകൾ, ഒട്ടേറെ പദ്ധതികളാണ്. അതായത് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ചൈന ഈ ബലൂചിസ്ഥാനിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പ്രവർത്തനങ്ങളെല്ലാം വളരെ മന്ദഗതിയിലായിരിക്കുകയാണ്. ഈ തുറമുഖമാണെങ്കിലും എയർബേസ് ആണെങ്കിലും എയർപോർട്ട് ആണെങ്കിലും ഒക്കെ അത് ഓപ്പറേഷനിലാണ്, പൂർണ്ണമായിട്ടും ഓപ്പറേഷനിലാണ്. പക്ഷെ അവിടെയെങ്ങും ഈ പറഞ്ഞതുപോലെ ചരക്ക് കൊണ്ടുവരികയോ അതല്ലെങ്കിൽ കൊമേഴ്സ്യൽ വിമാനങ്ങൾ അവിടെ എയർപോർട്ടിൽ ഇറങ്ങി ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്ക ഈ ചൈനയുടെ ഇത്രയും വലിയൊരു നിക്ഷേപവും അതോടൊപ്പം തന്നെ വിവിധ പദ്ധതികളും ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്താണ് അമേരിക്കയുമായിട്ട് പാകിസ്ഥാൻ ഈ അവിടുത്തെ ഈ റെയർ എർത്ത് ധാതു ലവണങ്ങൾ ഖനനം ചെയ്യുന്ന സംബന്ധിച്ച് കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ പോലും വിള്ളലുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതും പാകിസ്ഥാന്റെ ഈ ബലൂചിസ്ഥാന്റെ മുകളിലുള്ള നിയന്ത്രണത്തെ കാര്യമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ്, അതുപോലെ ബലൂചിസ്ഥാന്റെ സമീപത്താണല്ലോ നമ്മുടെ POK കിടക്കുന്നത്. ആ POKയും ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. അവിടെയും തീവ്രമായ രീതിയിലുള്ള, അതിനകത്ത് ഇപ്പൊ ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട്. അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ റാവൽകോട്ടിൽ കഴിഞ്ഞ മാസം 24 പേരെ വെടിവെച്ച് കൊന്നിരുന്നു. അപ്പൊ അവിടെയും ഈ ഒരു സംഗതി നടക്കുകയാണ്.
അപ്പൊ ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഈ പാകിസ്ഥാൻ സാമ്പത്തികമായിട്ടും പിന്നെ അതേപോലെ തന്നെ ആഭ്യന്തരമായിട്ടും വളരെയധികം പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടമാണ്. കാര്യം അഫ്ഗാനുമായിട്ട് യുദ്ധത്തിലാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഖൈബർ പഖ്തൂൺഖ്വ അവിടെയും ഇതേ സമാനമായ ബലൂചിസ്ഥാനിലുള്ള സമാനമായ ആക്രമണമാണ് അവിടെയും നേരിടുന്നത്. സിന്ധിൽ നിന്ന് നേരിടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ആഭ്യന്തരമായി പാകിസ്ഥാൻ പല കഷണങ്ങളായിട്ട് വിഘടിച്ചു പോകാൻ പറ്റുന്ന നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് തകർന്ന അവസ്ഥയിലാണ്. കാർഷികമായിട്ട് നമ്മുടെ ഇൻഡസ് വാലി ട്രീറ്റി നമ്മൾ മരവിപ്പിച്ചതിന്റെ പേരിൽ ഈ സിന്ധ് തുടങ്ങിയിട്ടുള്ള അതെ, അവിടെ പാകിസ്ഥാന്റെ കാർഷിക വെള്ളമില്ല, മേഖലയും വളരെ തുടർന്ന കാർഷിക അവസ്ഥയിലാണ്. മേഖല തകർന്നിട്ടുണ്ട്. അതെ, വെള്ളമില്ലാത്തതിന്റെ. അതെ, അതെ. അപ്പൊ ഇത്തരത്തിൽ ആഭ്യന്തരമായി തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ബലൂചിസ്ഥാൻ ഈ പറഞ്ഞതുപോലെ അവരുടെ ആക്രമണത്തിന്റെ ശക്തി നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയും ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് തങ്ങളുടേതായിട്ടുള്ള 85% സ്ഥലവും ബലൂചിസ്ഥാന്റെ സ്ഥലവും, അതായത് ഏതാണ്ട് പാകിസ്ഥാന്റെ ഒരു 35% സ്ഥലം എന്ന് പറയണം പാകിസ്ഥാന്റെ മൊത്തത്തിൽ. കാരണം 45% സ്ഥലമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അതിന്റെ 85% ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പക്കലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷെ ഇത് ലോകരാജ്യങ്ങൾ ഇതിനെ അംഗീകരിക്കുക എന്നൊക്കെ പറയുന്നതിന് പെട്ടെന്നൊന്നും സാധ്യമാവുകയില്ല. പക്ഷെ എങ്കിലും ഔപചാരികമായിട്ട് ഇപ്പൊ പാകിസ്ഥാൻ ഇതിനകത്ത് ഇതുവരെ ഇതിനകത്ത് പ്രതികരിച്ചിട്ടില്ല. കാരണം പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. കാരണം ഈ ബലൂചിസ്ഥാനിലേക്ക് അവർക്ക് പാകിസ്ഥാൻ ആർമിയെ പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ അതിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അഫ്ഗാനുമായിട്ട് യുദ്ധം നടക്കുന്നു, അതോടൊപ്പം ഖൈബർ പഖ്തൂൺഖ്വ നടക്കുന്നു, അതോടൊപ്പം പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് അതായത് പാക് അധീന കാശ്മീരിൽ കലാപം നടക്കുന്നു, സിന്ധിൽ കലാപം നടക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടില്ല. ഇൻഡോ പാക് ബോർഡറിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലുള്ള വിഷയം നടക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ പാകിസ്ഥാൻ എത്തി നിൽക്കുന്നത്. അവിടെയാണ് ഈ കഴിഞ്ഞ ഏതാനും നാളുകളായിട്ടുള്ള തീവ്രമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് BLA നടത്തിയിരിക്കുന്നത്. BLAയുടെ ഫലത്തിൽ ഈ യഥാർത്ഥ വർഷങ്ങളായിട്ട് തന്നെ ഇപ്പം പാകിസ്ഥാന് കാര്യമായ ഒരു നിയന്ത്രണം തീർച്ചയായിട്ടും കെറ്റയില് പാകിസ്ഥാന്റെ ഈ ഫെഡറൽ ഗവൺമെന്റ് ഉണ്ട് എങ്കിൽ പോലും നിയന്ത്രണം ഫലത്തിൽ പല സ്ഥലങ്ങളിലും ഈ BLAയുടെ കയ്യിലാണ്. വിശേഷിച്ചും ഈ ഡോക്ടർ മെഹ്റാൻ ബലൂച്ചിനെ ഈ ജീവപര്യന്തമുള്ള തടവിലേക്ക് ആക്കിയതും അവിടുത്തെ ഈ പിന്നെ ഈ ബലൂചിസ്ഥാൻ ജനങ്ങളെ വളരെയധികം അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. കാര്യം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വനിതാ നേതാവാണ്, 31 വയസ്സേ ഉള്ളൂ അവർക്ക്. അപ്പൊ അവരുടെ ആ ഒരു കെറ്റയിലെ റാലി തന്നെ ഒന്ന് കാണണ്ടായിരുന്നു. വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു റാലിയായിരുന്നു അത്. അപ്പൊ ഇതൊക്കെ അതുകൊണ്ട് തന്നെയാണ് അവരെ പിടിച്ചകത്ത് ഇട്ടിരിക്കുന്നത് തന്നെ. അപ്പൊ ഇത്തരത്തിൽ ആഭ്യന്തരമായിട്ട് പാകിസ്ഥാന്റെ പൊതു സംസ്കാരവുമായിട്ട് ചേർന്നു പോകാത്ത, അപ്പൊ നമുക്കിപ്പോ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ പ്രത്യക്ഷമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൗഡിന്റെ ചിത്രം എടുത്ത് നോക്കിയാൽ മതി. ബലൂചിസ്ഥാനിലെ സ്ത്രീകളൊന്നും പർദ്ദയിടുന്നില്ല. അവരൊക്കെ നമ്മളെയൊക്കെ പണ്ട് കേരളത്തിലൊക്കെ ഈ മുസ്ലിം വനിതകള് തലയിൽ കൂടെ ഇങ്ങനെ ഒരു തട്ടമിടുന്നു അല്ലെങ്കിൽ സാരിയുടെ തുമ്പിടുന്നു, അതുപോലെ മാത്രം വേഷം ധരിക്കുന്ന മുസ്ലിം വനിതകളാണ്. വളരെ ലിബറൽ ആയിട്ടുള്ള സ്ത്രീകളാണ്. വളരെ പിന്നെ എന്താ പറയാ ഈ ഗോത്ര സംസ്കാരമാണ് ഈ ബലൂചിസ്ഥാനിൽ നിൽക്കുന്നത്, മറ്റു സ്ഥലങ്ങൾ പോലെയല്ല. അപ്പൊ ഓരോ ട്രൈബൽ ഏരിയയിൽ അവിടുത്തെ ഓരോരോ ട്രൈബൽ ലോർഡ്സ് പിന്നെ ഈ സർദാർമാരാണ്. അതാണ് അവർ ഉപയോഗിക്കുന്നത്. സർദാർമാരാണ് ഓരോ പ്രദേശങ്ങളുടെ ഭരണത്തിന് കീഴിൽ. അപ്പം വളരെ വ്യത്യസ്തമായ ഒരു സംസ്കാരമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും സാംസ്കാരികമായിട്ടോ അതല്ലെങ്കിൽ ഭരണപരമായിട്ടോ അതല്ലെങ്കിൽ മിലിറ്ററി പരമായിട്ടോ പാകിസ്ഥാന് ഒരിക്കലും ബലൂചിസ്ഥാന്റെ മുകളിൽ ഒരു പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഒരു വികസനം പോലും, ഒരു നല്ല റോഡ് പോലും ബലൂചിസ്ഥാനിൽ പാകിസ്ഥാന് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകെ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കനത്ത ഈ പട്ടാള ബന്ദോബസ്തിനകത്ത് ഈ ചൈന നിർമ്മിച്ച ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ മാത്രമാണ്. അതും തങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് പോകാനുള്ളതാണെന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ചൈനീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും മറ്റും ബലൂചിസ്ഥാൻ ഈ ബലൂജികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായത്. അപ്പൊ തങ്ങൾ കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധത്തിൽ നിന്നാണ് ഈ ഒരു മുന്നേറ്റം ബലൂചിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി നമുക്കത് വരും നാളുകളിൽ കണ്ട് അറിയണം എങ്ങനെയാണ് ഇതിന്റെ ഗതി പോകുന്നതെന്നുള്ളത്. കാരണം വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവുന്നു, ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കുന്നു. ലോകരാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഐക്യരാഷ്ട്രസഭയ്ക്ക് വലിയ ശക്തിയൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ലോക രാഷ്ട്രങ്ങളുടെ ശ്രദ്ധ
ഇതിലേക്ക് തിരിയുന്നു എന്നുള്ള കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ ശ്രദ്ധ ആവശ്യമാണ്. അതുപോലെ തന്നെ ബലൂജ് നേതാക്കൾ ധാരാളം, ഈ ഇപ്പോഴത്തെ ഖാൻ ഓഫ് ബലാട്ടൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലൻഡിലാണുള്ളത്. ഒട്ടനവധി നേതാക്കൾ, ബലൂജ് നേതാക്കൾ സ്വിറ്റ്സർലൻഡ്, ലണ്ടൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അവരൊക്കെ വളരെ അതിശക്തമായിട്ടാണ് പലപ്പോഴും നമ്മുടെ നാഷണൽ ടെലിവിഷനിലൊക്കെ വന്ന ഒരു അവരുടെ അഭിപ്രായം പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു അന്താരാഷ്ട്ര തലത്തിലും ഈ പറഞ്ഞതുപോലെ ബലൂജികളുടെ ഇതിനൊരു മാനം വിഷയം ഉണ്ടാവും അല്ലേ ശ്രദ്ധയിൽ സാർ? അതെ, കൊണ്ടുവരുന്നത് ശ്രദ്ധയിൽ കൊണ്ടുവരും. അതെ, ഏതാ അല്ല, ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരും. അന്താരാഷ്ട്ര തലത്തിൽ ഇതൊരു ശ്രദ്ധയിലേക്ക് വരുന്ന വിഷയമായി. അതെ സാർ, പറയൂ അതെ. സാർ. അപ്പൊ ആ രീതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാൻ പല കഷ്ണങ്ങളായിട്ട് വിഘടിച്ചു പോകാവുന്ന ഒരവസ്ഥയുടെ വക്കിൽ എത്തി നിൽക്കുകയാണ്. അതിൽ ഒരു പക്ഷേങ്കിൽ ആദ്യമായിട്ട് ഒരു സ്വതന്ത്ര സ്ഥാനമായിട്ട് മാറാൻ പോകുന്ന ഒരു പ്രദേശം ഒരു പക്ഷേ ബലൂചിസ്ഥാൻ ആയിരിക്കാം. ഇന്ത്യയൊക്കെ വളരെ കരുതലോടുകൂടിയാണ് ഈ ബലൂചിസ്ഥാൻ വിഷയത്തിൽ ഇടപെടുക. കാരണം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ ആർമിയുടെ പിന്നിൽ, അവിടെ കലാപം ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ ഇന്ത്യയാണെന്നുള്ള വലിയ ആക്ഷേപം പണ്ടുതൊട്ടേ പാകിസ്ഥാൻ ഉന്നയിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ത്യയൊക്കെ വളരെ കരുതലോടു കൂടിയാണ് ഈ വിഷയത്തെ സമീപിക്കുക. അപ്പോ ഈ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് ഈ ഇവിടെ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളെയും അതോടൊപ്പം തന്നെ ബലൂജികളുടെ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെയും ഒക്കെ കാണുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ത്യയുടെ ഒരു പ്രതികരണം ഈ ബലൂചിസ്ഥാൻ വിഷയത്തിൽ ഉണ്ടാവുക. രണ്ടായാലും പാകിസ്ഥാനിലേക്ക് ലോകശ്രദ്ധ പല കാരണങ്ങളോട് തിരിയുന്നതിന്റെ ഒരു സൂചനയാണ് നമ്മളിപ്പോ കാണുന്നത്. നന്ദി. താങ്ക് യു സാർ.